ഇപ്പോൾ ഡോക്ടർ സുൽഫി നൂഹ് ടെലിഫോൺ ലൈനിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട്. ഡോക്ടർ, നമ്മൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഇതേപോലെ തന്നെ ഒരു സംഭവത്തെക്കുറിച്ച് താങ്കളിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിരുന്നു. ഇപ്പോൾ കൊല്ലത്ത് നിന്നും സമാന വാർത്ത വരികയാണ്. ഒരു മാസം മുൻപാണ് കുട്ടിയെ നായ കടിച്ചത്. ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയാണ്. ആദ്യം തന്നെ ചികിത്സ തേടിയതാണ്, കൃത്യമായി തന്നെ ചികിത്സ തേടി പ്രതിരോധ വാക്സിൻ എടുത്തു. അതിൻ്റെ അവസാന ഡോസ് എടുക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് പനി ബാധിച്ചിപ്പോൾ ഗുരുതരാവസ്ഥയിൽ എന്ന് പറയുന്നത്. ഇത് തുടർച്ചയായി കേൾക്കുമ്പോൾ നമുക്കൊക്കെ വലിയ പേടിയാകുന്നു ഡോക്ടർ. അബ്സല്യൂട്ട്ലി. നമുക്ക് ഈ പേവിഷബാധയ്ക്ക് ശേഷമുള്ള മരണം അത്യപൂർവമായിട്ടെങ്കിലും സംഭവിക്കുന്നത് ജനകമാണ്. കാരണം നമുക്ക് പലപ്പോഴും ഈ ചികിത്സയുടെ ഒരു ഫലപ്രാപ്തി, അതായത് നമ്മുടെ ഒരു പക്ഷേ പേവിഷ ബാധിച്ചു കഴിഞ്ഞാൽ രോഗിയെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നല്ല വെരി ഹൈ മോർട്ടാലിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ ആണ് അതിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള വഴി. പക്ഷേ ഈ കാര്യത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ വളരെ വളരെ ശക്തമായിട്ട് എല്ലാവരിലും എത്തിക്കേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ പട്ടി കടിച്ചു കഴിഞ്ഞാൽ, തെരുവുനായയാണ് അല്ലെങ്കിൽ വീട്ടിലെ പട്ടിയാണ് ഏറ്റവും കൂടുതൽ മരണകാരണങ്ങൾ, പേവിഷബാധയ്ക്ക് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത്. പട്ടി കടിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള വാട്ടർ സോഴ്സിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് 15 മുതൽ 20 മിനിറ്റ് വരെ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകുന്നത് വളരെ പ്രാധാന്യമാണ്. അതിന് കാരണവുമുണ്ട്. അതിലെ ശാസ്ത്രം പറയുന്നത് ഈ റേബീസിന്റെ വാക്സിന്റെ ഔട്ടർ കവറിംഗ് ആ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകുമ്പോൾ നിശേഷം ഇല്ലാതായി പോകുന്നു, അത് അലിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അതിനെ ആ സൈറ്റിൽ നിന്നും മാറ്റുകയും ചെയ്യുന്നു. അത് വളരെ 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 എഫക്റ്റീവായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ടും എഫക്റ്റീവായിട്ടും ചെയ്യുകയും വളരെ വളരെ നല്ല രീതിയിൽ റേബീസ് വരാതിരിക്കാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും. രണ്ടാമത്, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക, വാക്സിനേഷന്റെ ഫുൾ ഡോസ് എടുക്കുക, മുറിവിന്റെ കാറ്റഗറീസ് അനുസരിച്ചിട്ട് ആന്റി റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കുക എന്നുള്ളത് പ്രാധാന്യം അറിയിക്കുന്നു. മുറിവുകൾക്ക് തൈലിടാൻ പാടില്ല എന്നുള്ളതും വസ്തുതയാണ്. അതായത് ഇപ്പോൾ ഡോക്ടർ, ഒരു സംശയം. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് വന്ന ആ കുട്ടിയുടെ തലയ്ക്കൊക്കെ പരുക്കുണ്ടായിരുന്നത്, തലച്ചോറിലേക്കൊക്കെ അത് ബാധിക്കുന്നു എന്ന് വരുന്നത് ഇവിടെയും ഒരുപക്ഷെ അങ്ങനെയൊക്കെയുള്ള എവിടെയാണ് കടിയേറ്റത് എന്നത് പ്രധാനപ്പെട്ടതാകാമല്ലേ? അബ്സല്യൂട്ട്ലി. കഴുത്ത്, തല, അതായത് നമ്മുടെ തലച്ചോറിനേക്ക് അടുത്ത അപ്പർ ലിംബിൽ നിൽക്കുന്ന ഭാഗങ്ങള്, നെർവുകൾ ഒരുപാടുള്ള സ്ഥലങ്ങളിലൊക്കെ ഏൽക്കുന്ന കടികളൊക്കെ നമ്മുടെ ഈ വൈറസിനെ എത്രയും പെട്ടെന്ന് തലച്ചോറിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, വാക്സിനേഷൻ ഈ കാര്യത്തിൽ വാക്സിൻ വളരെ കൃത്യമായി എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പട്ടികടിയേറ്റാൽ സമയം രാത്രി എന്നോ പകലെന്നോ ഇല്ല. എല്ലാ അത്യാഹിത വിഭാഗങ്ങളിലും വാക്സിനേഷൻ ലഭ്യമാണ്. സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കുന്നതിൽ ഒരു അപാകത ഉണ്ടാകാൻ അല്ലെങ്കിൽ ഡിലേ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നു. പക്ഷെ അതിനെക്കാട്ടിയും പ്രാധാന്യം അറിയിക്കുന്നത് പ്രാഥമിക ശുശ്രൂഷ തന്നെയാണ്. അതെ, അതിലൊരു കാര്യം കൂടി. ഇപ്പോൾ ഈ കുഞ്ഞിന്റെ അമ്മ പറയുന്നത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ, താലൂക്ക് ആശുപത്രിയിലൊക്കെ ഉടൻ തന്നെ ചികിത്സ നേടിയതുമാണ്. പ്രതിരോധ വാക്സിൻ അത് കൃത്യമായി ഡോക്ടർ പറഞ്ഞതുപോലെ എടുത്തു. അവസാന ഡോസ് എടുക്കുന്ന സമയത്താണ് ഇപ്പോൾ പനി കൂടിയതുമൊക്കെ. ഇതിലേറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം ഡോക്ടർ, ഇതിലൊരു മരുന്നിപ്പോൾ അതിനുള്ള അന്വേഷണത്തിലാണ് ഈ ആശുപത്രി അധികൃതർ എന്നതാണ്. അത് ഫവിപിരാവിർ എന്നാണ്. എനിക്കതിൻ്റെ കൃത്യമായ പ്രൊനൗൺസിയേഷൻ അറിയില്ല, അങ്ങനെയാണോ എന്നുള്ളത്. ആ മരുന്ന് ലഭ്യമല്ല എന്ന് പറയുന്നു. അതിന് IMAക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അത്യാവശ്യമായി മരുന്ന് നൽകണമെന്നാണ്. ഇപ്പം എക്സ്പെരിമെന്റൽ ബേസിസിൽ ധാരാളം മരുന്നുകൾ ഈ കാര്യങ്ങളിൽ വരുന്നുണ്ട്. ചില സംഭവങ്ങളിലൊക്കെ തന്നെ സക്സസ് റേറ്റ് ഒക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പക്ഷേ അത് എന്തുമാത്രം എഫക്റ്റീവ് ആണ് എന്നുള്ളത് അറിയപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ മരുന്നിന്റെ അവൈലബിലിറ്റിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരത്തില്ല. സ്റ്റോക്കുള്ളവർ എവിടെന്നെങ്കിലും അത് ഒന്ന് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ ഡോക്ടർ ഒരു വിദഗ്ധ ഉപദേശം തേടിയത്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നതിന് തെറ്റില്ല തന്നെ. വളരെ നന്ദി ഡോക്ടർ സുൽഫി നൂഹ് പ്രതികരിച്ചതിന്. നമ്മളിപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ വിദഗ്ധമായ പ്രതികരണം തേടുകയായിരുന്നു.